ഹലോ, പതിവ് പോലെ തന്നെ ഇന്നും ഞാൻ ഒരു വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഇന്നലത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി എടുത്തിരുന്നത് 2 ദോശയാണ്. അപ്പോൾ വളരെ കുറച്ച് തിക്കായിട്ടുള്ള 2 ദോശയും പിന്നെ ഇതാ 1 കപ്പ് ചായയും. പിന്നെ ദോശയുടെ കൂടെ ഇന്ന് കറിയായിട്ട് എടുക്കുന്നത് ഗ്രീൻ പീസ് കറി അല്ലെങ്കിൽ നമ്മുടെ വെജിറ്റബിൾ കുറുമയാണ്. കുറച്ച് കൂടുതൽ തേങ്ങയൊക്കെ ചേർത്തിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ കുറുമ. അപ്പോൾ ഇതിൽ കൂടുതലായിട്ട് പൊട്ടറ്റോയും കൂടുതലായിട്ട് ക്യാരറ്റാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ക്യാരറ്റും ഗ്രീൻ പീസും അതുപോലെ തന്നെ കുറച്ച് പൊട്ടറ്റോയും ബാക്കി അങ്ങനെ കഴിഞ്ഞ ദിവസം റെഡിയാക്കിയ ഗ്രീൻ പീസ് കറിയാണ്. അപ്പോൾ ഈ ഒരു ഗ്രീൻ പീസ് കറി എന്ന് പറയുന്നത് അപ്പത്തിനും ഇടിയപ്പത്തിനും അതുപോലെ തന്നെ ദോശയ്ക്കും ചപ്പാത്തിക്കും ഒക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൂപ്പർ കോമ്പിനേഷനാണ് ഇത്. ദോശയുടെ കൂടെ കഴിച്ചപ്പോഴും വളരെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ തേങ്ങാപ്പാലൊക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു ലൈറ്റായിട്ടുള്ള ഒരു സ്വീറ്റ് ഉണ്ട്. പിന്നെ എരിവിന് വേണ്ടിയിട്ട് കുറച്ച് ഗ്രീൻ ചില്ലിയും ഒക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ജിഞ്ചറും ഗാർലിക്കും എല്ലാം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് എരിവും അതുപോലെ തന്നെ ഒരു മൈൽഡായിട്ടുള്ള സ്വീറ്റ്നെസ്സും ഒക്കെയുള്ള ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഗ്രീൻ പീസ് വെജിറ്റബിൾ അല്ലെങ്കിൽ വെജിറ്റബിൾ കുറുമ അല്ലെങ്കിൽ ഗ്രീൻ പീസ് കുറുമ എന്നൊക്കെ പറയാം. അപ്പോൾ അതാ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിക്കുകയാണ്. നല്ല ചൂട് ദോശയും അതുപോലെ തന്നെ നല്ല ചൂട് ഗ്രീൻ ബീൻസ് കറിയും അതിൻ്റെ കൂടെ ഇതാ ചൂട് ചായയും കൂടെ കുടിക്കുകയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ, ഉടനെ അല്ല കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വാട്ടർമെലൺ കട്ട് ചെയ്തു. 3-4 പീസ് വാട്ടർമെലൺ കട്ട് ചെയ്തിട്ട് ഞാനും മക്കളും കൂടെയാണ് കഴിച്ചത്. അപ്പോൾ ഫ്രൂട്ടായിട്ട് ഇന്ന് എടുത്തിരുന്നത് വാട്ടർമെലൺ ആണ്. പിന്നെ അതിനുശേഷം പിന്നെ സാറായിക്ക് മാംഗോ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇതാ ഒരു മാംഗോയും കൂടെ നമ്മൾ ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തു. ഈ മാംഗോ എന്ന് പറയുന്നത് നല്ല മധുരമുള്ള മാങ്ങയായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ കട്ട് ചെയ്തിട്ടുള്ള ഒരു മാങ്ങ എന്ന് പറയുന്നത് വളരെ പുളിപ്പായിരുന്നു. അപ്പോൾ ഇത് നല്ല മധുരമുള്ള നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ. അതിനുശേഷം ഇന്ന് ഉച്ചയ്ക്കും ചോറെടുക്കുന്നില്ല. എന്തോ ഉച്ചയ്ക്കിപ്പം ചോറ് കഴിക്കാനായിട്ട് എന്തോ ഒരു മടി. അപ്പം നല്ല ആഗ്രഹം ചോറ് കഴിക്കാനായിട്ട് നന്നായിട്ട് തോന്നുന്ന ദിവസങ്ങളിൽ മാത്രമേ ചോറും കറികളൊക്കെ റെഡിയാക്കാറുള്ളൂ. അല്ലാത്ത ദിവസങ്ങളിൽ നമ്മുടെ പലഹാരം എന്തെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ അതാണ് കഴിക്കുന്നത്. അപ്പോൾ ഉച്ചയ്ക്കത്തേന് ഞാൻ തേങ്ങ ഒക്കെ കുറച്ച് കൂടുതൽ ചേർത്തിട്ടുള്ള ചൂട് അരിപ്പുട്ടും അതുപോലെ തന്നെ നമ്മുടെ രാവിലത്തെ സെയിം ഗ്രീൻ ബീൻസ് കറി. അപ്പോൾ ഈ ഗ്രീൻ ബീൻസ് കറി എന്തോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ തേങ്ങാപ്പാലൊക്കെ കൂടുതൽ പച്ച തേങ്ങ ഒക്കെ കൂടുതൽ അരച്ച് ചേർത്തുകൊണ്ട് തന്നെ എനിക്കെന്തോ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഉച്ചയ്ക്ക് ഞാൻ പുട്ടും ഗ്രീൻ ബീൻസ് കറിയും കഴിച്ചു. അതിനുശേഷം ഈവനിങ് ആയപ്പോഴത്തേനും സാറ കുറച്ച് ദിവസമായിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു നൂഡിൽസ് ഉണ്ടാക്കി തരാമെന്ന്. പിന്നെ നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ അവളുടെ കണ്ടീഷൻസ് എന്ന് പറയുന്നത് വെജിറ്റബിൾസ് ഒന്നും ഇടരുത്, നൂഡിൽസിൻ്റെ കൂടെ സോസേജ് ഇട്ട് തരണം, അങ്ങനെയൊക്കെ പല പല കണ്ടീഷൻസ് ഉണ്ട്. അങ്ങനെ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു പാക്കറ്റ് നൂഡിൽസ് പ്ലെയിനായിട്ട് വെജീസ് ഒന്നും ഇടാതെ പ്ലെയിനായിട്ട് ബോയിൽ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ നൂഡിൽസിൻ്റെ കൂടെ സോസേജ് മിക്സ് ചെയ്തില്ല. നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. ഞാൻ കുറച്ച് വേറെ സെപ്പറേറ്റ് സോസേജ് ഫ്രൈ ചെയ്തിട്ട് അതിൻ്റെ കൂടെ വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ വൈകുന്നേരം സാറായിക്ക് വേണ്ടിയിട്ട് റെഡിയാക്കിയതാണ് നൂഡിൽസും അതുപോലെ തന്നെ സോസേജും. അപ്പോൾ സാറായിക്ക് റെഡിയാക്കി. അപ്പം സാറ കഴിക്കുന്നത് കാണുമ്പോൾ സൈറായിക്കും വേണം. അങ്ങനെ 2 മക്കൾക്കും വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സംഭവം റെഡിയാക്കിയതാണ്. അപ്പോൾ 2 പിള്ളേർക്കും വേണ്ടിയിട്ട് ഇതാണ് അവർ കുറച്ച് കഴിച്ചത്, സോസേജും അതുപോലെ തന്നെ നൂഡിൽസ്. അപ്പോൾ 2 പേർക്കും വേണ്ടി ഞാൻ റെഡിയാക്കിയതാണ്. പിന്നെ ഞാനും നൂഡിൽസ് റെഡിയാക്കിയായിരുന്നു. എനിക്ക് ഇങ്ങനെ കഴിക്കുന്നത് ഇഷ്ടമല്ല. എനിക്ക് ഒന്നാമത് ഈ സോസേജ് വലിയ താല്പര്യമുള്ള ആളല്ല. പിന്നെ നൂഡിൽസിൽ എന്തെങ്കിലും വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ വെജീസൊക്കെ ഇട്ടിട്ട് നൂഡിൽസ് കഴിക്കുന്നതാണ് എനിക്കിഷ്ടം. എനിക്ക് നൂഡിൽസിൽ ചിക്കനും ബീഫും ഒന്നും അത്ര വലിയ നിർബന്ധമില്ല. എന്നാൽ വെജിറ്റബിൾസ് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് നൂഡിൽസ് റെഡിയാക്കുകയാണ്. അപ്പോൾ പാനിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഞാൻ കോക്കനട്ട് ഓയിലാണ് ഒഴിക്കുന്നത്. ചിലർ നൂഡിൽസൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേനും ഫ്ലേവർലെസ് ആയിട്ടുള്ള ഓയിലാണ് ഒഴിക്കുന്നത്. ഞാനിപ്പം എനിക്ക് അങ്ങനെ ഇല്ല. കാരണം വെജിറ്റബിൾസ് ഈ ഒരു കോക്കനട്ട് ഓയിലിൽ കിടന്ന് റെഡി ആകുമ്പോഴത്തേക്കും മൊരിയുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ്. അതുകൊണ്ട് ഞാൻ കോക്കനട്ട് ഓയിലിൽ തന്നെ എനിക്കിഷ്ടപ്പെട്ട കുറച്ച് വെജീസ്. നൂഡിൽസിന് നമ്മൾ പലരും പല പല വെജിറ്റബിൾസാണ് ആഡ് ചെയ്യുന്നത്. ഞാനങ്ങനെ കണ്ടീഷൻസ് ഒന്നും വെക്കുന്നില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട പൊട്ടറ്റോയ് അതുപോലെ തന്നെ ക്യാരറ്റ്, സവോള
ഇതൊക്കെയാണ് എനിക്ക് നൂഡിൽസിൽ കിടന്ന് കഴിക്കുന്നത് ഇഷ്ടം, കടിക്കാൻ കിട്ടുന്നത് ഇഷ്ടം. അങ്ങനെ ഞാൻ 2-3 ഗ്രീൻ ചില്ലിയും കൂടെ ചേർത്ത്, പിന്നെ ഇതാ നമ്മൾ ഇത് നാട്ടിലെ സെയിം നൂഡിൽസാണ് കേട്ടോ, നമ്മുടെ നാട്ടിലെ മാഗി മസാല നൂഡിൽസാണ്. അപ്പോൾ ഞാൻ കുറച്ച് നാൾ മുന്നേ ഞങ്ങൾ പർച്ചേസിന് പോയായിരുന്നു, ഷാർജ സഫാരി മാളിൽ പർച്ചേസിന് പോയപ്പോൾ 2 പാക്കറ്റാണ് എടുത്തിരുന്നത്. അപ്പോൾ ഒരു പാക്കറ്റ് മുന്നേ വെച്ചു, അത്യാവശ്യം വലിയ പാക്കറ്റായിരുന്നു. പിന്നെ എൻ്റെ കയ്യിൽ ഒരു പാക്കറ്റും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വിചാരിച്ചു ഇനി വെച്ചേക്കണ്ട, റെഡിയാക്കിയേക്കാമെന്ന് വിചാരിച്ചിട്ട് നൂഡിൽസ് മക്കൾക്ക് പ്ലെയിനായിട്ട് നൂഡിൽസ് റെഡിയാക്കി, എനിക്ക് വെജിറ്റബിൾസൊക്കെ കുറച്ച് കൂടുതൽ ആഡ് ചെയ്തിട്ട്, അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ അത്യാവശ്യം വെന്തതിന് ശേഷം നൂഡിൽസ് ഇട്ട് കൊടുത്തു. അതിന് ശേഷം എല്ലാം കൂടെ ചേർത്ത് വേവിച്ചെടുക്കുകയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നൂഡിൽസ്. ഈ ഒരു നമ്മുടെ മാഗി മസാല നൂഡിൽസ്, നാട്ടിലെ നൂഡിൽസ് എന്ന് പറയുമ്പോഴത്തേനും മാക്സിമം ഒരു 5 മിനിറ്റ്സ് വെന്താൽ മതിയല്ലോ. പക്ഷേ നമ്മുടെ ഇവിടുത്തെ ഇൻഡോമി നൂഡിൽസ് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ വേവുണ്ട്, ഇത്രയും വേവല്ല, കുറച്ചും കൂടെ വേവുണ്ട്. അങ്ങനെ എൻ്റെ നൂഡിൽസ് എല്ലാം സെറ്റായിട്ടുണ്ട്. ഞാൻ ചൂടൊന്ന് കുറയാനായിട്ട് ടേബിളിലേക്ക് മാറ്റി വെച്ചതാണ്. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി വെജിറ്റബിൾസൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും ക്വാണ്ടിറ്റി വൈസ് കുറച്ച് കൂടുതലുണ്ട്. പിന്നെ എനിക്ക് വേണ്ട, എൻ്റെ ആവശ്യത്തിന് വേണ്ട ഒരു ചെറിയ പോർഷൻ മാത്രം ഞാനെടുത്ത് കഴിക്കുകയാണ്. ഇതിലത്തെ ആ ഒരു ഫ്രൈ ചെയ്ത പൊട്ടറ്റോയും അതുപോലെ തന്നെ ഫ്രൈ ചെയ്ത ക്യാരറ്റ്സും ഫ്രൈഡ് ആയിട്ടുള്ള ഓണിയൻസും ഒക്കെ ചേർത്തിട്ട് നൂഡിൽസ് കഴിക്കാൻ ഒരു പ്രത്യേക സ്വാദാണ്. പിന്നെ നാട്ടിലെ മാഗി നൂഡിൽസ്, നാട്ടിലെ ചിക്കൻ മാഗി നൂഡിൽസും അതുപോലെ തന്നെ മസാല മാഗി നൂഡിൽസും ഒക്കെ അത് കഴിക്കുന്നത് ഒരു പ്രത്യേക ഇഷ്ടമാണ്. കാരണം ഇവിടുത്തെ ഇൻഡോമി വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേനും, അപ്പോൾ വല്ല കാലത്തും ഇടയ്ക്കൊക്കെ ഇങ്ങനെ കിട്ടുമ്പോൾ നമ്മൾ പർച്ചേസിന് പോകുമ്പോൾ എടുക്കാറുണ്ട്. അപ്പോൾ ഈവനിങ്ങിൽ മക്കൾക്ക് നൂഡിൽസും സോസേജും കൊടുത്തു. ഇതാണ് ഞാൻ ഈവനിങ് ചായ, കാപ്പി, ജ്യൂസ് ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇതാണ് എൻ്റെ വൈകുന്നേരത്തെ ഫുഡെന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇന്ന് വൈകുന്നേരം നൂഡിൽസാണ് കഴിച്ചത്. പിന്നെ ഇന്ന് വീക്ക് ഡേ ആയതുകൊണ്ട് തന്നെ ഇക്ക എത്തിയിട്ടില്ല, ഇക്ക അത്യാവശ്യം ലേറ്റ് ആകും. അപ്പോൾ ഞങ്ങളാണ് ഞങ്ങളുടെ ഈവനിങ് ഫുഡ് കഴിക്കലാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇക്ക പുറത്താണ്, ഇപ്പോൾ പുറത്തുനിന്ന് വേറെ ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇക്ക വേറെ. പിന്നെ അതിന് ശേഷം കുറച്ച് സന്ധ്യയൊക്കെ ആയി, കുറച്ച് നേരം ആയപ്പോഴത്തേനും എന്തെങ്കിലുമൊക്കെ സ്നാക്സ് കഴിക്കാൻ തോന്നിയപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള കടവത്തൂർ റെസ്റ്റോറൻറ്റ്, അവിടെ ടീ ആൻഡ് സ്നാക്ക് കോർണറും കൂടെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ 2 പരിപ്പുവട, അതുപോലെ തന്നെ 2 സുഖിയൻ, 2 ഉണ്ണിയപ്പം, ഒരു ശർക്കരയൊക്കെ ഇട്ട് തേങ്ങ ഇട്ടിട്ടുള്ള ഒരു നമ്മുടെ കുഴക്കട്ട, ഇത്രയും ഐറ്റംസ് ഓർഡർ ചെയ്തു. അപ്പോൾ ഒരു 10 മിനിറ്റ്സിനുള്ളിൽ അവർ കൊണ്ടു തന്നു. പരിപ്പുവട എന്നൊക്കെ പറഞ്ഞാൽ വളരെ ക്രിസ്പി ആയിട്ട് വളരെ തിന്നായിട്ടുള്ള പരിപ്പുവട. പിന്നെ സുഖിയനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അതിൻ്റെ ഉള്ളിലെ ഫില്ലിംഗ് ഒക്കെ വളരെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഉണ്ണിയപ്പം വളരെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ആവശ്യത്തിന് വേണ്ട സ്നാക്സൊക്കെ കഴിച്ചു. അതിന് ശേഷം രാത്രി ഡിന്നർ ആയപ്പോഴത്തേനും കഴിച്ചിരുന്നത് പൂരിയും അതുപോലെ തന്നെ പൊട്ടറ്റോ ബാജി ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ വീക്ക് ഡേയിലെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഒരുപാട് കുക്കിങ്ങിൻ്റെ വിശേഷം ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. വീക്ക് ഡേ ആയതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ഹോംലി മീൽസാണ്. അതുപോലെ തന്നെ നമ്മൾ 4 നേരവും 3 നേരവും കുക്ക് ചെയ്ത് കഴിച്ച കംപ്ലീറ്റ് ഹോംലി മീൽസാണ്. അപ്പോൾ ഇനി വീക്കെൻഡാണ് വരാൻ പോകുന്നത്. ഇനിയിപ്പോൾ പുറത്തെ വിശേഷങ്ങളും പുറത്തെ കാര്യങ്ങളും ഒക്കെ ഷെയർ ചെയ്തിട്ടുള്ള എൻ്റെ വീക്കെൻഡ് വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേയും വിശേഷങ്ങളും ഒക്കെ വരും. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.